നമ്മൾ മലയാളികൾക്ക് ഇഷ്ടമുള്ള ഒരു പലഹാരങ്ങളിലൊന്നാണല്ലോ നെയ്യപ്പം. അതുപോലെ തന്നെയാണ് എനിക്കും നെയ്യപ്പം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ ദേശത്ത് ഈ ഒരു കാര്യം ഇങ്ങനെയുള്ള പലഹാരങ്ങളൊന്നും കിട്ടില്ല. ബോണ്ട, നെയ്യപ്പോ, സുഖിയന്, പഴംപൊരി അങ്ങനെയുള്ള ഒന്നും കിട്ടാറില്ല. ഞങ്ങൾക്കിവിടെ കിട്ടുന്നത് കുറേ സമൂസ കിട്ടും, പിന്നെ ജിലേബി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അതൊന്നും നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുമില്ല. പിന്നെ നെയ്യപ്പമൊക്കെ കഴിക്കണം തോന്നുമ്പം ഇതുപോലെ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ്. പിന്നെ നെയ്യപ്പമൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് അതിലൊക്കെ നോക്കിയാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് വീഡിയോ അധികം കാണും, കാരണം ആദ്യം ഉണ്ടാക്കിയ നെയ്യപ്പം ഒന്നും വലിയ സോഫ്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനകത്ത് കുറച്ച് ചോറ് കൂടി ചേർത്തപ്പോഴാണ് തോന്നുന്നു നല്ല സോഫ്റ്റായിട്ട് നെയ്യപ്പം കിട്ടി. പിന്നെ നമ്മൾ ആരെയും കുറ്റം പറയാൻ പാടില്ലല്ലോ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മെത്തേഡൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാനും ഏതോ വീഡിയോയിൽ ചോറ് ചേർക്കുന്നത് കണ്ട്, അതുകൊണ്ട് ഞാനും അല്പം ചോറ് ഇവിടെ ചേർത്താണ് അരി അരച്ചത്. അപ്പം നല്ല സോഫ്റ്റായിട്ട് എനിക്ക് കിട്ടി. സത്യത്തിൽ നാട്ടിലുള്ളവരോട് ഭയങ്കര കുശുമ്പാണ്. കാരണം ഏത് പലഹാരം വേണമെങ്കിലും കഴിക്കാം, അതും ഏത് നേരത്തും കഴിക്കാം. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞങ്ങൾക്ക് 2-3 ദിവസം ട്രെയിൻ യാത്രയൊക്കെ ചെയ്ത് അതും വർഷത്തിലൊരിക്കൽ കേരളത്തിലൊക്കെ എത്തുമ്പോൾ മാത്രമാണ് ഇതൊക്കെ കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കിവിടെ പരിപ്പ് വട കിട്ടും, ദാൽ വട. അതിൻ്റെ ഒരു വീഡിയോയുമായിട്ട് പിന്നെ ഞാൻ വരുന്നതായിരിക്കും. അത് വലിയൊരു കഥയാണ്, അതിൻ്റെ വിശേഷങ്ങൾ വേറെയാണ്. ഇനി തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ വിശേഷങ്ങളൂടെ ഒരു ദിവസം വീഡിയോയായിട്ട് വരാം. പിന്നെ ഈ വീഡിയോ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റും ഒക്കെ ചെയ്ത് അറിയിക്കുക. പിന്നെ ഇതുപോലുള്ള ചെറിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക.